ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡിഫെൻഡ് എങ്ങനെ നമുക്ക് ചെയ്യാം. ഈ ഫുട്ബോളിൽ എങ്ങനെ നല്ലതാണ് നമുക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് 3 സ്റ്റെപ്സാണ്. ഈ 3 സ്റ്റെപ്സ് പോലെ നിങ്ങൾക്ക് അടിപൊളിയായി തന്നെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ചാനൽ കാണുന്ന ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡിഫെൻഡറെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ ഇത് കാണാം, ഡിഫെൻഡറെ പൊസിഷനിൽ വെക്കണം. ഒരേ ഡിഫൻഡർ പൊസിഷനിലേക്കും. പിന്നെ ഒരു കോർണർ കിക്ക് എടുത്തു. ആ കോർണർ കിക്ക് എൻ്റെ അടുത്ത് മിസ്സായി. ക്ലിയർ ചെയ്തു ഓപ്പണൻറ്റ്. എന്നിട്ട് ഓപ്പണൻറ്റ് കൈമ കട്ടി. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ അടുത്ത് പിന്നെയും മിസ്സായി ബോൾ. ഈ സമയത്ത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു സമയത്ത് ഇതാ ഞാൻ ടോണി അടച്ച് കാണാം. നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ഞാൻ ഡിഫൻഡറെ നേരെ എന്താക്കി പൊസിഷനിലേക്ക് വരുത്തി. എന്നിട്ടുണ്ടാക്കി ഞാൻ മാച്ചപ്പ് എന്താക്കി യൂസ് ചെയ്തു. അപ്പം മാച്ചപ്പ് യൂസ് ചെയ്ത് അപ്പോൾ കറക്റ്റ് എന്താക്കി എനിക്ക് ബോൾ കിട്ടി. ഇനിയിപ്പം നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ നമുക്ക് എങ്ങനെയാണ് മാച്ചപ്പ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ ഇപ്പം കാണിച്ചു തരാം. ഒരു ഓപ്പണൻ്റ് അറ്റാക്ക് കാണാം നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് ബോൾ മിസ്സായി. പിന്നെയും ഒരു ഓപ്പണൻ്റ് അറ്റാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓപ്പോണൻ്റ് ഷോർട്ട് പാസ് ഇട്ടിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ആ മാച്ചപ്പ് ഓപ്പോണൻറ്റിനെ കയറാൻ വിടാണ്ടിരിക്കേണ്ടിട്ട് മാച്ചപ്പ് ഞാൻ ഇതാക്കി. ഓപ്പോണൻ്റെ പാസ് ഞാൻ അവിടെ മാച്ചപ്പ് ഉപയോഗിച്ച് താഴുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്ലൈഡ് ടാക്കിൾ. എങ്ങനെ ടാക്കിൾ ചെയ്യാം, കറക്റ്റ് ടാക്കിൾ ചെയ്യാൻ നിങ്ങൾക്ക് നോക്കാം. ഓപ്പോണൻറ്റിൻ്റെ ഒന്ന് നോക്കാം, നിങ്ങൾ ഓപ്പോണൻറ്റ് ഷൂട്ട് അടിച്ച്, പക്ഷേ ഞാൻ എന്താക്കി അവിടെ ടാക്കിൾ ചെയ്തു. രണ്ടാമതും ഞാൻ ടാക്കിൾ ചെയ്തു. അവിടെ കാണാം ഓപ്പോണൻറ്റിന് അവിടെ നമ്മളെന്താക്കി പ്രഷർ കൊടുത്തു. അതുകൊണ്ടാണ് നമുക്ക് ആ ടാക്കിൾ ആ ബോൾ നമ്മൾ വിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.